ഇന്നിപ്പോൾ വിശദമായി ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എൽദോ, ഇന്ന് രാവിലെയായിരുന്നു ഉച്ചയോടുകൂടിയാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചത്. തുടർന്ന് 5 പേരുടെയും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീർ തുടങ്ങിയ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇഡി ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുക എന്നടക്കമുള്ള വധശ്രമടക്കമുള്ള ഗുരുതരമായ കേസുകൾ ആക്രമണകാരികളുടെ നേരെ ചുമത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. ഒരു പ്രാരംഭഘട്ടത്തിൽ നടക്കുന്ന കേസായതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേസ് അന്വേഷണത്തിനെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വാദിഭാഗം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മറ്റ് പ്രതികളിലേക്കും 300-ലേറെ കണ്ടാലറിയാവുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ആ ഒരു അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടമായി ആണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനായാലും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതികളെയും മറ്റു പ്രതികളിലേക്കും പോലീസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.